അപ്പോ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഇരിപ്പുണ്ട്, കലാഭവൻ ഷാജോൺ. കെ നായനാരെ മനോഹരമായിട്ട്, നായനാർ സഖാവിനെ മനോഹരമായിട്ട് അനുകരിക്കുന്ന ഒരാളാണ്. എന്തോ ഒരു എതിർപ്പുള്ള ഒരാള് ഒരു കുഴപ്പമില്ല. അല്ല, നായനാർ സാർ മാത്രമല്ല, AK ആന്റണി സാറും. അല്ല, അതുപോലെ പ്രചോദ് കരുണാകരൻ സാറിനെ നന്നായിട്ട് പിന്നെ ഉമ്മൻചാണ്ടി സാറിന്. അല്ല, എനിക്ക് അതിനു മുൻപ് പറയാനുള്ളത് ചാണ്ടി ഉമ്മനോടാണ്. ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരുപാട് ഒരുപാട് ഇളതാന്നറിയാം. അപ്പൊ എന്നാന്ന് വെച്ചാൽ അതിനകത്തൊരു ഉമ്മൻ ചാണ്ടി ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാനൊരു കോട്ടയംകാരനാണ്, ഞാനത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ്. പണ്ട് മുതൽ ഞാൻ മുട്ടമ്പലത്തായിരുന്നു, നമ്മുടെ കളക്ടറിന്റെ ഫ്രണ്ടില് മുട്ടമ്പലം പോലീസ് ക്വാർട്ടേഴ്സിൽ. എൻ്റെ ചാച്ചൻ പോലീസുകാരനായതുകൊണ്ട് അവിടെ ആയിരുന്നു. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ. ഒന്ന് പുണ്യാളച്ചൻ, അവിടുത്തെ പുതുപ്പള്ളി പള്ളി, പിന്നെ ഉമ്മൻചാണ്ടി സാറാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ വെട്ടുപന്ത് കളി എന്ന് പറഞ്ഞൊരു, അതിപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നാടൻ പന്ത് കളി. എന്റെ ചാച്ചനൊക്കെ അതിനകത്ത് പോലീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്, ഞാൻ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ്. കാര്യം അദ്ദേഹം ആ പുതുപ്പള്ളി നമ്മൾ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും മാറ്റമുണ്ടായിട്ടില്ല, അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ഒരാളോടുള്ള പെരുമാറ്റത്തിലും മാറ്റമുണ്ടായിട്ടില്ല. അപ്പം അങ്ങനൊരു ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാതയിൽ കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു വലിയ, ഇപ്പൊ തന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നേതാവാകട്ടെ താങ്കളെന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഷാജോൺ അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണം 2 വർഷമായി നമുക്ക് ഉമ്മൻചാണ്ടി സാർ നഷ്ടപ്പെട്ടിട്ട്. അതെ, ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചാണ്ടിയുമ്മന്റെ കൂടെ ആയിരുന്നു വീട്ടില്. കാരണം അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി. തിരുവോണത്തിന്റെ അന്ന് ഞാൻ അവിടെ കല്ലറയ്ക്ക് പോയപ്പോൾ ചെന്നപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നിട്ട് തിരികെത്തിക്കുകയും പൂക്കൾ വെക്കുകയൊക്കെ ചെയ്യുക. സത്യം പറഞ്ഞിട്ട് ഇനി ഈ പറയുന്നത് പോലെ നമ്മുടെ ആൻഡോ ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഷാജോനെ ഫ്രീ ആകുമ്പോൾ അതുവഴി ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു, ചാണ്ടിയുമ്മനെ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് ആരും അറിയാതെ ഞാൻ ഒരു തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പം ഞാൻ പുതുപ്പള്ളി പോയി ഉമ്മൻചാണ്ടി സാറിന്റെ കുഴിമാടത്തിന് അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് പോയത്. കാര്യം സഖാവിന്റെ ശബ്ദം കൂടി ഒന്ന് ചെയ്യണം. ഏതാണ്? കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ. അതല്ല, നമ്മൾ ഇത്രയും പറഞ്ഞ സീരിയസ് ആണ്. ഞാൻ ഇപ്പം നാരായണ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിന്റെ ശബ്ദം ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ളത് പോലത്തെ റിഹേഴ്സലും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും ഒരു ഫോൺ കോളിന്റെ ഒരു പരിപാടി നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊന്ന് രണ്ട് ഡയലോഗ്. ഹലോ. ഹലോ, ആരാ വിളിക്കുന്ന? സാറേ, ഞാൻ ഇപ്പം ഇവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന്, നമ്മുടെ സ്ഥലത്ത് നിന്ന്. സാറേ, നമ്മുടെ ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാധാകൃഷ്ണൻ. കണ്ണൂരിൽ നിന്ന് രാധാകൃഷ്ണനാ വിളിക്കുന്നത്. സാറേ, എന്താ രാധാകൃഷ്ണൻ? സാറേ, മറ്റൊന്നുമല്ല, നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേര് കുറവാ. അപ്പൊ ഡിവിഷൻ ഫോളൊക്കെ ഒരുപാട് ഉണ്ടാവും. പിള്ളേരെ ഒന്ന് കൂട്ടാനായിട്ട് ഇപ്പൊ എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാധാകൃഷ്ണ, അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടാ? ഉണ്ട്. ഒരു കാര്യം ചെയ്യും, അവിടെ ടീച്ചർമാരും ഹെഡ് മിസ്ട്രസും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടും. അപ്പൊ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടാ. അവിടെ കുട്ടികൾ കുറവാന്ന് പറയുന്നു. രാധാകൃഷ്ണൻ ബന്ധപ്പെടാന്ന് പറഞ്ഞു. ശരി.